ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്രിസ്മസ് ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോറടിപ്പിച്ച് വലിയ നീട്ടി വലിച്ചിട്ടുള്ള വീഡിയോസൊന്നുമില്ല. വെറും ഒരു 8-8.5 മിനിറ്റിൻ്റെ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഞാനത് എടുത്തതാണല്ലോ, അതുകൊണ്ട് ഇടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ക്രിസ്മസിന് വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള ആഘോഷമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പറ്റുമ്പോഴൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വാങ്ങിച്ച് ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഏട്ടൻ സ്പെഷ്യലൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഞാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷമാണ്, അതായത് തിങ്കളാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം തുണിയൊക്കെ അലക്കിയിട്ട് ഉച്ചയ്ക്ക് അവിടെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വിരിച്ചിടാനായിട്ട് മറന്നു, അത് അങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് അടുക്കളയിൽ വന്നു ഒരു 6 മണിയാകുമ്പോൾ. അറിയണേ ഇല്ല ഗൈസ്, ഇന്ന് എൻ്റെ പുതിയ മെക്സി കണ്ടു ഗൈസ്. മഫ്താനി എന്താണ് എന്തിനു പേര് എന്താ പേര് പറഞ്ഞു? മഫ്താനിയോ കുഫ്താനിയോ അങ്ങനെ എന്തോ ഒരു താനി. അപ്പം ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്നത്തെ താരം സേമിയ പായസം. ഇന്നിപ്പോൾ അവിടെ ലൈറ്റ് കത്തുന്നുണ്ടോ? സ്പെഷ്യലൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് വൈകുന്നേരം ആയപ്പോൾ എന്തോ ഒരു മധുരം കഴിക്കണം എന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സേമിയ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ദിവസമായി, അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി കളയാം, സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സേമിയ പായസവും ബോളി ഉണ്ടല്ലോ, നമ്മളെ തിരുവനന്തപുരംകാരൻ്റെ ബോളി എന്ന് പറയില്ലേ, ആ സംഭവം ഉണ്ടാക്കിയിട്ട് സേമിയ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ ജീന ചേച്ചി കഴിഞ്ഞ എപ്പോഴും ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോഴും അങ്ങനെ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ സേമിയ പായസവും ബോളിയും ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നില്ല, പറയും പോലെയല്ലല്ലോ. അപ്പോൾ ഏട്ടൻ വൈകുന്നേരം വരുമ്പോൾ അതാ 1 ലിറ്റർ പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, പാക്കറ്റ് പാല്. എന്നിട്ട് ഇതാ കൊണ്ടുവന്ന് തന്നു, എന്താ പായസം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ബോളി ഉണ്ടാക്കാനുള്ളൊരു ബോളിയാണോ എനിക്കറിയില്ല കേട്ടോ. സംഭവം ഒരു ചപ്പാത്തി പോലെ ഉണ്ടാവില്ല, തെറ്റുണ്ടെങ്കിൽ പറയണം. നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ല. ബോളിയാണോ അതോ പോളിയാണോ അങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചാണ്. ഇനിയിപ്പോൾ പറ്റുമ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് ഉണ്ടാക്കി നോക്കണം, അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. നമ്മുടെ തിരുവനന്തപുരംകാരൻ്റെ സ്വന്തം ബോളിയും പാൽപ്പായസവും വല്ലപ്പോഴും ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഞാനിന്നിപ്പോൾ ബോളിയും കിളിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സേമിയ നെയ്യിൽ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഉരുളിയിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുന്നത് ഏട്ടനാണ് കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് പാലൊഴിച്ചിട്ട് പിന്നെ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നെയ്യും കൂടെ ആകുമ്പോൾ ഒരു സ്മെല്ല്, നല്ലൊരു മണമാണ് കേട്ടോ ഈ പാല് തിളച്ച് വരുമ്പോൾ തന്നെ. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ക്രിസ്മസ് ആയിട്ട് കേക്കൊക്കെ മുറിക്കാമല്ലോ, ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളെയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് കേക്കൊക്കെ പിള്ളേർക്ക് വാങ്ങിച്ച് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച ഏട്ടൻ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയാണല്ലോ, അപ്പോൾ വീട്ടിലും പോകണം, അമ്മനെ ഒന്ന് കണ്ടിട്ട് വരണം, 2 ദിവസം അവിടെ നിന്നിട്ട് വരണം. ഇത്തവണ ക്രിസ്മസ് അവധി വന്നിരിക്കുന്നത് ഇടയിലിടയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തവണ പൂട്ടിയതും അങ്ങനെ പോകാനായിട്ടൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണം. ഇവിടെ ഏട്ടൻ ക്രിസ്മസ് കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലം കേക്കില്ലേ, അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പായസം കുടിക്കൽ, നമ്മുടെ കേക്ക് മുറി, ഇതാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്മസിന് ഉണ്ടായിരുന്നു തോന്നുന്നു. വേറെ ആരൊക്കെയുണ്ടോ, കുട്ടനുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ക്രിസ്മസിന്. ഫിഷ് ബിരിയാണി എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസിന്. അതിൻ്റെ വീഡിയോ ഒക്കെ പഴയ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. പഴയത് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ട് തന്നെ
ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ആണോ? ഇപ്പം നമ്മുടെ പായസം എന്താ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു 8 മിനിറ്റ് വീഡിയോ എങ്കിലും ആക്കണമല്ലോ. യൂട്യൂബിൽ നമുക്ക് ചുരുങ്ങിയത് ഒരു 8 മിനിറ്റ് വീഡിയോ എങ്കിലും വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ പായസത്തിൻ്റെ വീഡിയോസ് മാത്രം എടുക്കണം. പകലൊന്നും വീഡിയോ എടുത്തില്ല. പെൻഡിങ് ഉണ്ട്, ഒരു 1-2 വീഡിയോസ് ഉണ്ട്, പഴയ വീഡിയോസ്. അതും ഇടണം. ഇന്നിപ്പോൾ വൈകുന്നേരം മത്തങ്ങ എന്നാ മത്തങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. മത്തങ്ങയും വെള്ളപ്പയറും അതാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അത് കുക്കറിനകത്ത് മത്തങ്ങയല്ല വെള്ളപ്പയർ വേവാനിട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പായസമാവുന്നുണ്ട്. നോക്ക്. ഹലോ ഗൈസ്, ഞാനാണ് മുറിക്കാൻ പോകുന്നത്. ഞങ്ങളപ്പോൾ കേക്ക് മുറിക്കാൻ പോകുന്നതാണേ. മുറിക്കേ. Merry 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 Christmas, Merry 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 Christmas, Merry Christmas and Happy birthday, New Year. Happy birthday, Happy birthday. അച്ഛനെ വിളിക്ക്. നോക്ക് സ്വന്തം വായിലിക്ക്. എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ പായസത്തിനുള്ള പാല് വാങ്ങിച്ചിട്ട് വരുമ്പോൾ പപ്പടമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ പായസം ഉണ്ടാക്കിയ പപ്പടം വേണം കേട്ടോ. ഒരാൾക്ക് 2, 3, 4 പപ്പടമൊക്കെ വേണം. അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട്. സേമിയ പായസമായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കണ മുൻപ് തന്നെ എല്ലാവർക്കും പായസവും പപ്പടവുമായിട്ട് കൊടുത്തു വിട്ടാ. ഞങ്ങളെല്ലാവരും പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ കഴിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്ന് രാവിലെ പുലർച്ചെ ആകുമ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് ഏട്ടൻ ഉണ്ണി യേശുവിനെയൊക്കെ നമ്മുടെ പുൽക്കൂട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പുലർച്ചെ ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ എണീറ്റ് ഉണ്ണി യേശുവിനെയൊക്കെ വെച്ചു. അങ്ങനെ നമ്മുടെ പുൽക്കൂടൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായി ഇങ്ങനെ ലൈറ്റ് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എപ്പോൾ എടുക്കുന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ക്രിസ്മസൊക്കെ കഴിയുമ്പോൾ അത് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾക്ക് ബോറടിപ്പിച്ചിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.